മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പല ആഗ്രഹങ്ങളും അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ സാധിച്ചു. ഉമർ റളിയല്ലാഹു ഒരു കാര്യം ആഗ്രഹിക്കും, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഖുർആനിലെ ആയത്തിറങ്ങും, അങ്ങനെ ആവണം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പല കാര്യങ്ങളും ആഗ്രഹിച്ചു കൊതിച്ചു. അതിൽപ്പെട്ട ഒന്നാണ് മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ നിസ്കരിക്കാനുള്ള ഒരു കൽപ്പന ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രത്യേകമായിട്ട് നിസ്കരിക്കാൻ ഒരു ചാൻസ് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ ഖുർആനിൽ ആയത്തിറങ്ങിയത്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കാരമാക്കി സ്വീകരിച്ചോളൂ. തവാഫ് കഴിഞ്ഞാൽ അവിടെ 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. മറ്റൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രവാചകന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ പരാമർശിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, പൂർണ്ണമായും മറക്കുന്ന ഒരു ഹിജാബിന്റെ നിർദ്ദേശം ഒന്ന് വന്നു കിട്ടുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ സ്ത്രീകൾ നന്നായി മറച്ചു നടക്കണമെന്ന് പറയുന്ന ഒരു വഹി വരികയാണെങ്കിൽ നമുക്ക് എത്ര സൗകര്യമായിരുന്നു. നാം നിർബന്ധിക്കാലോ. തൊട്ടടുത്ത ദിവസങ്ങളിൽ അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, സ്ത്രീകൾ അവരുടെ വസ്ത്രങ്ങൾ നന്നായി മറക്കണമെന്ന കൽപ്പന അറിയുന്നത്. ഒരിക്കൽ അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് അല്ലാഹു സൃഷ്ടിച്ചു. ഇത് കേട്ടപ്പോ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്തൊരു നല്ല സൃഷ്ടാവാണ് നമ്മുടെ റബ്ബ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഞാൻ പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊതി എന്തായിരുന്നു. ഇന്ന സ്ഥലത്ത് നമസ്കരിക്കാനൊന്ന് ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു. അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്ത് വന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യേണ്ടത്, എന്തിനാണ് ഇത് ചെയ്യേണ്ടത്? ലക്ഷ്യം പൂർത്തീകരിക്കണം. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജും ഉംറയും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് നിർവഹിക്കേണ്ടത്, അത് പൂർത്തിയാക്കേണ്ടത്. ഞാൻ ഹജ്ജിന് പോകുന്നത് ഹജ്ജ് എന്ന പേര് കിട്ടാൻ, ഹാജിയാകാനല്ല. നാട്ടിൽ 4 ആൾ കൂടുമ്പോ ഞാനൊരു ഹാജിയാണെന്ന് പറയാൻ പറ്റാവുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങൾക്ക് വേണ്ടിയല്ല. മറ്റുള്ളവരൊക്കെ പോയത് കൊണ്ട് ഞാൻ പോയില്ലെങ്കിൽ ഒരു മോശല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും ചട്ടം കെട്ടാൻ വേണ്ടിയല്ല. ഇത് അള്ളാഹുവിനോടുള്ള എന്റെ കൃത്യമായ നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ എന്റെ ബാധ്യതയാണ്. ഞാൻ ഇത് നിർവഹിച്ചേ പറ്റൂ. അത് നിർവഹിക്കാൻ ധൃതി കാണിക്കണം. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാം ഉണ്ടായിട്ടും ഒരുങ്ങാത്ത മനുഷ്യർ ഈ ഹദീസ് കേൾക്കണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവര് വേഗത്തിലും ധൃതിയിലും അതിനേക്ക് ഒരുങ്ങണം. നബി പഠിപ്പിക്കുകയാണ്, ഫഇന്നഹു, കാരണം തീർച്ചയായും ഖദ് യംറദുൽ മരീദ്, ചിലപ്പോൾ ഇന്നവന് രോഗമില്ലാത്ത അവസ്ഥയായിരിക്കാം, തൊട്ടടുത്ത ഭാവിയിൽ അവൻ ഒരു രോഗിയായി മാറാം. വതദില്ലുല്ലാഹ, ഇപ്പോൾ അവൻ വഴിയുള്ളവനാണ്, അവന്റെ വഴികൾ അടയാൻ സാധ്യതകളുണ്ട്. പല പല പ്രശ്നങ്ങളും ആവശ്യങ്ങളും വന്നുകൊണ്ട് അവന്റെ മുമ്പിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവരെ, ലക്ഷ്യം വെക്കുന്നവരെ നിങ്ങൾ വേഗത്തിലായിക്കൊണ്ട് ഹജ്ജിനൊരുങ്ങൂ. നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ആ യോഗ്യത നേടിയ ആളുകളെ ഈ കാര്യം ധൈര്യപ്പെടുത്തണം എന്നാണ് സൂചിപ്പിച്ചത്. ഒരാളെ മുസ്ലിമായി പരിഗണിക്കണമെങ്കിൽ അയാൾ നിസ്കരിക്കണം. ശരിയാണ്. അതേപോലെ ഇസ്ലാമു അലാ 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ ഘടകമാണെന്ന് പഠിപ്പിച്ചതിലാ പറഞ്ഞത്, വഹജ്ജൽ ബൈത്ത്, ഹജ്ജൽ ബൈത്ത്, ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അയാൾ മുസ്ലിമാണ് എന്നതിന്റെ പരിഗണനയാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നബി തങ്ങൾ ഒരു ദിവസം ഖുത്ബ നടത്തിയിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. ഫഹജ്ജു, നിങ്ങൾ എല്ലാവരും ഹജ്ജിന് യോഗ്യതയുള്ളവരൊക്കെ ഹജ്ജ് ചെയ്യണം. സദസ്സിലുണ്ടായിരുന്ന ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അകുല്ല ആമി യാ റസൂലല്ലാഹ്, റസൂലേ, കഴിഞ്ഞ കൊല്ലം ചെയ്ത ഒരാളാണെങ്കിൽ അയാൾ അടുത്ത കൊല്ലം ചെയ്യണോ? അയാൾ എല്ലാ കൊല്ലം യോഗ്യതയുണ്ടെങ്കിൽ എല്ലാ വർഷം ഇങ്ങനെ പോയി ചെയ്യണോ? നബി ഒന്നും മിണ്ടിയില്ല, വേണമെന്ന് പറഞ്ഞില്ല, വേണ്ടാന്ന് പറഞ്ഞില്ല. 3 തവണ അതേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലോ ഖുൽതു നഅം,
ഞാനെങ്ങാനും അതിന് അതേ എന്ന് പറഞ്ഞാൽ ലവജബത്, അത് നിർബന്ധമാകുമായിരുന്നു. എല്ലാ കൊല്ലും അയാൾ ഹജ്ജിന് പോകേണ്ടി വരും. അതുകൊണ്ട് അതേന്ന് പറയാൻ കഴിയില്ല. വലം മസ്തതഅതും, അത് നിങ്ങൾക്ക് സാധ്യമാകില്ല. എന്നിട്ട് ഹദീസിന്റെ ശറഹിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലാണ് ഹജ്ജ് നിർബന്ധം. ചിലക്കാർ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് പറയും, കഴിഞ്ഞ കൊല്ലം പോയതാണ് ശരിയായി തോന്നുന്നില്ല. എന്താ ശരിയല്ലാത്തത്? അത് മിനയിൽ പോയി നിന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ഒതുല്ലാതെ ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെ കൊണ്ട് കൈ തട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് അയാൾക്ക് ശരിയായില്ല എന്നുള്ള തോന്നലുണ്ടാവും. ശരിയായില്ല എന്ന തോന്നൽ വേണ്ട. അത് കബൂലാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നമുക്ക് വേണ്ടത്. ഒരാൾക്ക് ഇനിയും ഒരു ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിലും അയാൾക്ക് സുന്നത്താണ്, രണ്ടാമതൊന്നും കൂടെ പോകണമെന്നുണ്ടെങ്കിൽ സുന്നത്തായി അയാൾക്ക് ചെയ്യാം. നിർബന്ധം ഒരെണ്ണമാണ്. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളുകൾ, ഉംറ കഴിഞ്ഞ് വരുന്ന ആളുകൾ, അവരോട് നമ്മൾ പറയണം, അയാൾ ഒരു പുതിയ വ്യക്തിയായി മാറണം. ഇത്രയും പണം ചെലവാക്കി 7-8 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ദിവസങ്ങളോളം അവിടെ നടന്നു ക്ഷീണിച്ചും കഷ്ടപ്പെട്ടു വരികയാണ്. എന്നിട്ട് വീണ്ടും പലിശക്കാരനായി മാറാൻ പാടില്ല, വീണ്ടും ഏഷണിക്കാരനായി മാറാൻ പാടില്ല, വീണ്ടും നമസ്കാരം മുടക്കുന്നവനായി, ഇസ്ലാമിക കർമ്മങ്ങൾ ശ്രദ്ധിക്കാത്തവനായി, നാട്ടിൽ തോന്നിവാസം പറഞ്ഞു നടക്കുന്നവനായി മാറാൻ പാടില്ല. അയാൾ ചെയ്ത കർമ്മത്തിന്റെ എല്ലാ ഫലവും നഷ്ടപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്, മൻ ഹജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്തു, ഫലം യർഫുത് വലം യഫ്സുഖ്, വേണ്ടാത്തരങ്ങളും ആഭാസങ്ങളും അശ്ലീലങ്ങളും വേണ്ടാത്ത തോന്നിവാസങ്ങളൊന്നും ചെയ്യാതെ ജീവിച്ചു, റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയായി അവൻ പരിശുദ്ധനായി തീരും. മോശമാകാൻ പാടില്ല. ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെയും പഴയ തോന്നിവാസങ്ങളിലേക്ക് പോകാൻ പാടില്ല. പൂർണ്ണമായി തൗബ ചെയ്ത് നന്നായി മടങ്ങുന്നവനാണ്. ഉംറ കഴിഞ്ഞ് വന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല, യാതൊരു മാറ്റവും അവരുടെ ജീവിതത്തിൽ സുന്നത്തിന്റെ കാര്യത്തിൽ വരുന്നില്ല, സംസാരത്തിൽ വരുന്നില്ല, കുടുംബത്തിൽ വരുന്നില്ല. ഏതോ ഒരു നാട്ടിലേക്ക് ടൂർ പോയി, ആ ടൂർ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന പോലെയാണ്. കേവല ചടങ്ങിനപ്പുറത്ത് നാട്ടിൽ ഞാൻ കുറെ ഉംറ ചെയ്തു, ഞാൻ 10 ചെയ്തു, ഞാൻ 20 ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രം പോയി വന്ന കുറെ ആൾക്കാരുണ്ട്. വെറുതെയാണ്. അവരുടെ പ്രതിഫലവും അവരുടെ നീയത്തും നഷ്ടത്തിലാണ് അവർക്ക്. ആഗ്രഹിക്കുന്നവർ അതിന്റെ വൃത്തിയായി അത് ചെയ്ത് പുറപ്പെട്ട് മടങ്ങി ജീവിതം കൊണ്ട് തെളിയിക്കണം, ഞാൻ ഉംറ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഹജ്ജ് കഴിഞ്ഞ ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്താൽ എന്താണ് അവന് കൊടുക്കാൻ പറ്റുക? സ്വർഗ്ഗമാണ് കൊടുക്കുക. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും അവന് പറയാനില്ല. സ്വർഗ്ഗം തരുന്ന വാഗ്ദാനം ചെയ്ത സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സ്ത്രീകളായവർ, അവർ പുരുഷന്മാരൊക്കെ അങ്ങനെ യുദ്ധത്തിനും മറ്റു പല ദഅവ പ്രവർത്തനങ്ങൾക്കും ഓടിപ്പാടി നടക്കുമ്പോൾ അവർക്ക് ജിഹാദിന്റെ പ്രതിഫലമുണ്ട്. സ്ത്രീകൾ വന്ന് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്കൊരു ജിഹാദ് ചെയ്യാൻ വല്ല മാർഗവുമുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നറൽ ജിഹാദ അഫ്ളൽ അമൽ, നബിയെ, ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് ജിഹാദ്. അഫലാ നുജാഹിദു, ഞങ്ങൾക്ക് ജിഹാദിന് ഒരു അവസരം തരാമോ, പറയാമോ? ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ലകുന്ന അഫ്ളലുൽ ജിഹാദ് ഹജ്ജും മബ്റൂർ, ഏറ്റവും പുണ്യകരമായ ഹജ്ജ് സ്ത്രീകളെ നിങ്ങൾക്കുള്ള ജിഹാദാണ്. സഹോദരിമാർക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അവസരമാണ്. മെഹ്റമിന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ചിലർ ചെയ്യണമെന്ന് വിചാരിച്ച് ഒരുപാട് കാലം നീണ്ടുപോയി, പ്രായം ഒരുപാടായി, പണമുണ്ട്, പാസ്പോർട്ട് ഉണ്ട്, രേഖകളുണ്ട്, എല്ലാം റെഡിയാണ്. പ്രായാധിക്യം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ വന്നാൽ എന്തു ചെയ്യണം? ഉലമാക്കന്മാർ പറഞ്ഞു, ആരോഗ്യമുള്ള മക്കൾ പോയി ഹജ്ജ് ചെയ്യണം. ആരറിയാൻ? വാപ്പ മരിച്ച് ഉമ്മ മരിച്ചിട്ട് 4 മൗലൂദും 10 റാത്തീബും കുറച്ച് ചോറും തീറ്റിപ്പിച്ചാല് വാപ്പാനോടുള്ള കടമ കഴിഞ്ഞു എന്ന് വിചാരിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹദീസുകൾക്ക്. ലഖീത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സ്വഹാബിയ, ഒരിക്കൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നാ ബി ശൈഖുൻ കബീർ, എൻ്റെ ബാപ്പ നല്ല പ്രായാധിക്യമുള്ള വൃദ്ധനാണ്, നല്ല വൃദ്ധനാണ്. ശൈഖുൻ കബീർ ലാ യസ്തതിഉൽ ഹജ്ജ, ഹജ്ജ് ചെയ്യാൻ കഴിയൂല, ഹജ്ജിന് പോകാനുള്ള എല്ലാം ഉണ്ട്, പോകാൻ കഴിയില്ല. വലൽ ഉംറ, ഉംറക്കും പോകാൻ കഴിയൂല. അങ്ങനത്തെ അവസ്ഥ എത്തിക്കണം. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഹജ്ജ അൻ നബീക വഅതമിർ, എങ്കിൽ മകനായ നീ പോയി നിന്റെ ബാപ്പാന്റെ പകരമായി ഹജ്ജും ഉംറയും ചെയ്തിട്ട് വാ. ഇത് ബാധ്യതയാണ്, ഇതൊരു കടാണ്, ആ കടം വീട്ടണം പോയിട്ട്. സഹാബത്തിന്റെ കൂടെ നബി തങ്ങൾ ഹജ്ജിനൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ കുട്ടികളുടെ കയ്യില്, ചെറിയ കുട്ടികൾ അവരുടെ കയ്യിലുണ്ട്. അവർ ചോദിച്ചു, നബിയെ, ഈ കുട്ടിക്കൊക്കെ ഹജ്ജിന് വല്ല കാര്യമുണ്ടോ?
അവർ ഇഹ്റാമിന്റെ വേഷമൊക്കെ കെട്ടി ഈ കുട്ടികൾ ഹജ്ജിന് വന്നിട്ട് വല്ല പ്രതിഫലമുണ്ടോ? തങ്ങളോട് ചോദിച്ചു. ഫറഫഅത് ഇംറഅത്തുൻ സബിയ്യൻ, ഒരു പെണ്ണ് തന്റെ കുട്ടിനെ പൊക്കി കാണിച്ചിട്ട് ചോദിച്ചു, അലിഹാദാ ഹജ്ജുൻ നബിയെ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ? ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, നഅം, ആ കുട്ടിക്കും ഹജ്ജിന്റേതായ എല്ലാം ഉണ്ട്. വലക്കി അജ്റുൻ, മാതാവ് എന്ന നിലക്ക് നീയാണല്ലോ ആ കുഞ്ഞിനെ നോക്കുന്നത്, നിനക്ക് അതിന്റെ പ്രതിഫലവുമുണ്ട്. കുട്ടിനെ ഹജ്ജ് ചെയ്യിപ്പിച്ചതിന്റെ കൂലി അത് നിനക്കുണ്ട്. ആരും ഇതിൽ നിന്ന് അവർക്ക് പ്രതിഫലത്തിൽ നിന്ന് കുറച്ചു കൊടുക്കൂല. എല്ലാവർക്കുമുള്ള അവസരം അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഹജ്ജ് കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്ന ഒരവസ്ഥയാണ്, ചിലരെങ്കിലും അവിടെ തന്നെ താമസിക്കും, എന്നിട്ട് വല്ല ജോലിയോ മറ്റൊക്കെ അന്വേഷിക്കും. ഇസ്ലാമികമായി ചരിത്രം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടെ ഉഖാദ്, ദുൽമജാസ്, മജന്ന പോലെയുള്ള വലിയ വലിയ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. പലരും ഹജ്ജ് കഴിഞ്ഞാൽ നേരെ നാട്ടിക്ക് പോകുന്നതിന് പകരം അവിടുത്തെ മാർക്കറ്റുകളിൽ കച്ചവടം ചെയ്യാൻ തുടങ്ങി. പിന്നെ ചില ആളുകൾക്ക് ഒരു കുറ്റബോധം തോന്നി, ഇത് ശരിയാകുമോ, നമ്മൾ ഹജ്ജിന് വന്നതല്ലേ, പിന്നെ നമ്മൾ ഇവിടുന്ന് കച്ചവടമൊക്കെ ചെയ്ത് ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും. ഹജ്ജ് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്, കച്ചവടം ചെയ്യണതിന്, ജോലി ചെയ്യുന്നതിന് കുറ്റല്ല. ഒന്ന് ആലോചിക്കണം, ഇസ്ലാമിക വിരുദ്ധാകാൻ പാടില്ല, രാജ്യത്തിന്റെ നിയമം ലംഘിച്ചുണ്ടാകാൻ പാടില്ല, കള്ളവിസ പറ്റൂല. നിയമം ലംഘിച്ചുകൊണ്ട് പിന്നെ അവിടെ പോയിട്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല, പാടില്ല. ആ കാര്യമാണ് അവിടെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഹജ്ജിന് പോകാനുള്ളവർ പുറപ്പെടണം, പോയവർ മാന്യമായി ജീവിക്കണം. ഇനി പോകാൻ ഇപ്പോൾ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. ഹജ്ജിന് മുമ്പോയി നടക്കുന്ന രണ്ട് വലിയ അബദ്ധങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ ഹജ്ജിന് പോകുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത പരിസരങ്ങളിലുള്ള മക്കാമുകളിൽ, ദർഗകളിൽ പോയി, ജാറങ്ങളിൽ പോയി സിയാറത്ത് നടത്തി, അവിടെ പൈസ ഇട്ട് കൊടുത്ത് അവിടെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ പുണ്യം തേടി അവിടെ തവക്കുലാക്കിയിട്ട് കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോണ ആൾക്കാർ കൊടും ചതിയാണ് അല്ലാഹുവോട് ചെയ്യുന്നത്. രണ്ട്, ചിലരെങ്കിലും ഹജ്ജ് കല്യാണങ്ങൾ എന്ന പേരിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ച്, കുടുംബക്കാരും ഒക്കെ വിളിച്ച് നല്ലൊരു ഓഡിറ്റോറിയത്തിൽ എടുത്ത് വലിയൊരു ഫംഗ്ഷനൊക്കെ ആക്കി, എന്നിട്ട് പുതിയാപ്പിൾ ഒടുങ്ങി നിൽക്കുന്ന മാതിരി ഒരു ഭാര്യയും ഭർത്താവും ഹജ്ജിന് പോകുന്ന ആൾക്കാർ നിന്ന് റെഡിയായി സ്റ്റേജുമൊക്കെ കയറി ഇന്ന് ഒരു ഹജ്ജ് കല്യാണം നടത്തുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ഹജ്ജ് പഠിപ്പിച്ച പ്രവാചകന്റെ കാലത്ത്, സ്വഹാബത്തിന്റെ കാലത്ത്, താബിഈങ്ങൾക്കിടയിൽ, ലോകത്തെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച ഗ്രന്ഥങ്ങൾക്കിടയിൽ ആ സമ്പ്രദായമില്ല. എന്നാൽ പൊരുത്തപ്പെടിക്കേണ്ടവരോട് പൊരുത്തപ്പെടിക്കണം, പ്രാർത്ഥിക്കാൻ പറയണ്ട, രോഗികളിൽ പോയി സന്ദർശിക്കണം, അതൊക്കെ ചെയ്തിട്ട് പോകണം. പക്ഷെ എല്ലാവരും കൂടി നമുക്കൊരു വലിയ യാത്രയപ്പൊക്കെ തന്ന് നമ്മളങ്ങോട്ട് അവിടെ വലിയ ആരാധിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് വരുന്ന പോലെ ഒരു ചടങ്ങുണ്ടാക്കി, മാമൂലുണ്ടാക്കി, ദയവ് ചെയ്ത് ഹജ്ജിന്റെ ഇഖ്ലാസിനെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് സൂചിപ്പിച്ചത്. സാന്ദർഭികമായി പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദീനിന്റെ ഷിആറുകളെ ബഹുമാനിക്കുന്ന, മതത്തിന്റെ ചിഹ്നങ്ങളെ കുറിച്ചുള്ള ആദരവ് സൂക്ഷിക്കുന്ന, ഇസ്ലാമിക തർബിയത്തിനോട് വലിയ ആദരവോടുകൂടെ കാണുന്ന ഒരു നല്ല മനസ്സ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ.